അല്ല പോയി ഫോണ് പോയി എങ്ങനെ വ്ളോഗ്. ഹലോ ചങ്ങായിമാരെ, വെൽക്കം ബാക്ക് ടു മറ്റൊരു വ്ളോഗ്. ഇന്നത്തെ കഥ ഇല്ലെങ്കിൽ നമ്മ എറണാകുളത്ത് ഒരു മംഗലം കൂടാൻ പോവാണെങ്കിൽ സംഭവം എന്നെ വിളിച്ചിട്ടാണ് മംഗലം. ഞാൻ കുമ്മനടിക്കാൻ പോകണം. പക്ഷെ കിച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേസ്. അപ്പൊ വിളിക്കുമ്പോ പോകാണ്ടിരിക്കാൻ കാലല്ലോ. ഇനിയിപ്പോ അവിടെ പോയിട്ട് ഇങ്ങനെ ആവോ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണെന്ന് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ടു. അങ്ങനെ നമ്മ ചർച്ചിലോട്ട് എത്തിയിട്ടുണ്ട് കേസ്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൽ കല്യാണം. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെന്റോട് കൂടിയാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഇവിടെ എത്തിയിരുന്നിട്ടാകുമ്പോ എല്ലാ കാര്യം മനസ്സിലായി. കിച്ചുവിനും ഫസ്റ്റ് കല്യാണം. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തോണ്ട് ആൾക്കാരെല്ലാം എന്താക്കുന്നുണ്ട് അതുപോലെ അങ്ങോട്ട് ചെയ്യുവാണ് കേസ്. പിന്നെ ഇവരാണ് ഇന്നത്തെ കഥയിലെ നായകനും നായികയും. അങ്ങനെ ഇവരുടെ കെട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേസ്. ഇനി നേരെ റിസപ്ഷനിലോട്ട്. ഇവിടെ കയറുമ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പലതരം ജ്യൂസും പിന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നഗറ്റ്സും റോളൊക്കെ ഉണ്ടായിരുന്നു കേസ്. സംഭവം സ്റ്റാർട്ടിങ് അടിപൊളിയായി കേസ്. അപ്പൊ ഇനി നമുക്ക് ബാക്കി നോക്കിയാലോ. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മെയിൻ കോഴ്സിൽ നമ്മൾ ആദ്യം ട്രൈ ചെയ്തത് അപ്പവും താറാവ് കറിയും ബീഫ് ഫ്രൈയും ആണ് കേസ്. സംഭവം ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മള് സെക്കൻഡ് റൗണ്ടിൽ ചോറും പുളിശ്ശേരിയും ബീഫും മീൻകറിയും കൂട്ടി ഒരു പിടി പിടിച്ചു. സംഭവം ഉസാറായിന അടിപൊളി ഡേസ് ആയിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു, നല്ല മജയില് തുന്നിനവമ്മ. കഴിഞ്ഞില്ല രാമ, ഇനിയുണ്ട് ബാക്കി എന്ന് പറയുമ്പോൾ അടുത്ത് നമ്മൾ സാലഡ് ട്രൈ ചെയ്തു. അതും നൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഡെസേർട്ടിൽ ഗുലാബ് ജാം വിത്ത് ഐസ്ക്രീം, അതൊരു അടിപൊളി കോമ്പായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് മാത്രല്ല, സ്റ്റേജിൽ നല്ല പാട്ടും ഡാൻസെല്ലാം ഉണ്ടായി. എന്തെങ്കിലും മംഗലം കളറായിനാ നല്ല പൊളിച്ചുണ്ടായി. അവസാനം പുതിയ പിള്ളാണ്ടിട്ട് ബായ് പറഞ്ഞിട്ട് നമ്മളവിടെ ഇറങ്ങി കേസ്. അങ്ങനെ ആത്മാക്കളോടെല്ലാം ബായ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങണം കേസ്. അപ്പൊ അടുത്ത വീഡിയോസിൽ വീണ്ടും കാണാം. ബൈ.